സാധാരണ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. സ്വാഭാവികമായ പ്രാർത്ഥനകൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥന വളരെ വലിയ വലിയ കാര്യങ്ങളെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തും. ആത്മാവിലുള്ള പ്രാർത്ഥന രാജ്യങ്ങളുടെ സമാധാനത്തിനാണ്. ദൈവത്തിന്റെ സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. പിശാചിനും അവന്റെ സേനാപതികളോട് പടപൊരുതാനുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ആത്മാവിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി ഒന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം ആ വ്യക്തി അഭിഷേകം പ്രാപിച്ചിരിക്കണം. അഭിഷേകമുള്ളവന് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഒരു മനുഷ്യനെ അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനെ നിയന്ത്രിക്കപ്പെടുന്ന തൃത്വത്തിൽ മൂന്നാമന്റെ ഇടപെടലുകൾക്ക് പറയുന്ന പേരാണ് അഭിഷേകം. അഭിഷേകം അഭിഷേകം. നീ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി നിന്നെ മകനാക്കി മാറ്റുന്നു, നിന്നെ മകളാക്കി മാറ്റുന്നു, നിന്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കി മാറ്റുന്നു. അങ്ങനെയാണ് എങ്കിൽ അപ്പനുള്ളതിന്റെ സകലത്തിന്റെ അവകാശി മക്കളാണ്. ഈ അപ്പന്റെ കയ്യിൽ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും ഈ മക്കളായിരിക്കുന്ന ഓരോരുത്തർക്കും അവകാശമാക്കുവാനായിട്ട് കഴിയും. നിനക്കൊരു രോഗശാന്തി തന്നിട്ട്, നിനക്കൊരു സാമ്പത്തിക അനുഗ്രഹം തന്നിട്ട്, നിനക്കൊരു വാഹനം തന്നിട്ട്, നിനക്ക് ചില പദവികൾ തന്നിട്ട്, നിനക്ക് ചില കഴിവുകൾ തന്നിട്ട് അവൻ ആദ്യം നോക്കും നീ എന്നെ എപ്രകാരം ഏത് വിധത്തിൽ എന്നെ നീ അംഗീകരിക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്, എങ്ങനെ നീ എന്നെ സേവിക്കുന്നുണ്ട്. ദൈവമക്കളാകുവാൻ അവകാശം തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു അവകാശിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി അപ്പന് പ്രസാദമുള്ളത് ചെയ്യണം. അപ്പന്റെ ഇഷ്ടം മനസ്സിലാക്കി നീ ജീവിക്കണം. അപ്പന്റെ ഇഷ്ടമനുസരിച്ച് നീ മുന്നേറുവാൻ നീ മറക്കരുത്. ആ അഭിഷേകത്തെ നമ്മൾ മേടിച്ചിട്ട് ശക്തിപ്പെടണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ പടപൊരുതി ജയിക്കാനായി കഴിയത്തുള്ളൂ. ഇന്നലെ വരെ പിശാച് നിങ്ങളെ ഭയപ്പെടുത്തിയെങ്കിൽ ഇന്നു മുതൽ നിങ്ങളിൽ ഒരു ആയുധം വേണം. നിങ്ങൾക്ക് കാറുണ്ട്, വീടുണ്ട്, പോരാ, അഭിഷേകത്തുള്ള പ്രാർത്ഥനയാകുന്ന ആയുധം കൂടെ വേണം. നിങ്ങളുടെ വീട്ടിലെ വലിയൊരു സമ്പത്താണ് ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രതിസന്ധികൾ കടന്നു കയറപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു കയറപ്പെടുന്ന സമയത്തിലേക്ക് ആ ദുഷ്ട ശക്തികളോട് ഫൈറ്റ് ചെയ്ത് ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയണം. പടപൊരുതി ജയിക്കുവാനായിട്ട് നിനക്ക് കഴിയണം.